ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി പടവലങ്ങയും ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ കറി വയ്ക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് നുള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കണം. ഇനി നമ്മൾ ഈ തല നുള്ളി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് 2-3 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ദേ 2-3 മിനിറ്റ് ഞാൻ ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിനി വേണ്ടത് ഒരു കുക്കറിലേക്ക്, ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. ഈ കുക്കറിലേക്ക് ഞാൻ നമ്മൾ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ ഒന്നും കൂടെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ പിരിയമുളക് പൊടിയും കൂടെ ഇട്ട് അതോടൊപ്പം തന്നെ ഉപ്പ്, ഞാൻ കുറച്ച് കല്ലുപ്പാണ് ചേർക്കുന്നത്, കല്ലുപ്പും കൂടെ ഇട്ട് നമുക്ക് അടപ്പിട്ടടച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു, കുക്കർ എടുത്ത് വെച്ചു. ഇനി നമുക്ക് 2 വിസിലാണ് വേണ്ടത്. 2 വിസിൽ ആകുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ 2 വിസിൽ അടിച്ചിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ അവിടെ ഇരുന്ന് പോവട്ടെ. അപ്പോഴേക്കും പടവലങ്ങ, ഞാൻ ഒരു ചെറിയ പടവലങ്ങയാണ്, അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി പാകത്തിന് നുറുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനാണ് ഞാനിവിടെ നുറുക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയാണിത്, നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. അതും അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയി ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പടവലങ്ങയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങ മുഴുവൻ തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പടവലങ്ങ ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഒരു വിസിലിന് നമുക്ക് ഓഫ് ചെയ്യണം. ഗ്യാസ് സ്റ്റവ് ഒരു വിസിൽ വന്നാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്ത് അതിൻ്റെ ഫുൾ പ്രഷറും പോയി കഴിയുമ്പോഴേക്കും പടവലങ്ങ വേവും. ഇത് വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല പടവലങ്ങ. കറക്റ്റ് ഒരു വിസിലിന് നമ്മൾ ഓഫ് ചെയ്താൽ മതി. ഇനി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട്. ഇപ്പോൾ ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. ഇതൊന്ന് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം. ഇത്രയും വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുക്കുവാണ്. ഇപ്പോൾ ഒരു വിസിൽ വന്നു, ഞാൻ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കാം. കണ്ടോ, പടവലങ്ങയൊക്കെ പാകത്തിന് തന്നെ വെന്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ വെള്ളക്കാന്താരി വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അതാണ് 4-5 ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പച്ചമുളക് ഏത് മുളക് വേണമെങ്കിലും ഇടാം. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ വിസിലൊന്നും അടുപ്പിക്കുന്നില്ല. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഇങ്ങനെ തന്നെ വേവിക്കാൻ വെക്കുകയാണ്. ജസ്റ്റ് അടപ്പൊന്ന് അടച്ച് വെറുതെ മുകളിൽ അടപ്പിട്ടടച്ച് ഒന്ന് വെക്കുകയാണ്. അവിടെ ഇരുന്ന് വെന്തോളും. ഇനി ഇതിൽ ചുമ്മാ ഞാനിങ്ങനെ അടപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല തിളയൊക്കെ വന്നു. ഞാനിങ്ങനെ ഒരു ഇച്ചിരി ഇടയിട്ട് നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുക്കറിൽ, ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ ഇടവില്ലാത്തതുകൊണ്ട് ഞാൻ ഇളക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ വേവിച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരപ്പാണ്. നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പാകത്തിന് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ച് പാകത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചാറ് എത്രയാണ് ആവശ്യം അത്രയും വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ
ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയും വന്നിട്ടുണ്ട്. നല്ലപോലെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിമും ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഞാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണക്കച്ചെമ്മീനും പടവലങ്ങയും മാങ്ങയും കൂടെ വെച്ച് ഈ കറി മാത്രം മതി ചോറ് വയറ് നിറയെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.